What's on my tech bag 2024? Yes, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡെയിലി ഞാൻ ക്യാരി ചെയ്യുന്ന എൻ്റെ ഈ ടെക് ബാഗിൽ എന്തൊക്കെ ഗാഡ്ജറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റുകളുടെയും ഡീറ്റെയിൽസും അതേപോലെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ഈ ഓരോ പ്രൊഡക്റ്റുകളും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലും നല്ല രീതിക്ക് ഇമ്പാക്റ്റ് ചെയ്യാം. സോ ഇതേപോലുള്ള അടിപൊളി പ്രൊഡക്റ്റുകളും ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേഫ് ഫ്രം എവിക്ക. തുടർന്ന് നമ്മുടെ ഈ ഒരു ബാഗിന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബാഗിൻ്റെ പേര് ഗിയർ എന്നാണ്. ആൻഡ് നല്ലൊരു ലെതർ ഫിനിഷ് അല്ലെങ്കിൽ ലെതർ ലുക്കുള്ളൊരു ഫിനിഷാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല സ്റ്റിച്ചിങ്ങും അതേപോലെ ക്വാളിറ്റിയും ഈ ഒരു ബാഗിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് മഴയും കാര്യങ്ങളും ഈ ഒരു ബാഗ് കൊണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ലെതറൊന്നും വലുതായിട്ട് ഫെയ്ഡ് ഔട്ട് ആവുകയോ ഡാമേജോ ആയിട്ടില്ല. അതോടൊപ്പം തന്നെ ബാഗിൽ അത്യാവശ്യം ഒരു 20 liters ഓഫ് കപ്പാസിറ്റി ഈ ഒരു ബാഗിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്യാരി ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളില്ല. പിന്നെ എസ്പെഷ്യലി എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് ബാഗ് അധികം വീർത്തിരിക്കുന്ന ഇഷ്ടമല്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ബാഗ് ഞാൻ ഒറ്റ സിബുള്ള ബാഗാണ് യൂസ് ചെയ്തത്. കാരണം കുറേ ബുക്കുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ പഠിക്കേണ്ട ഒരു ബാഗ് തള്ളിയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ബുക്കില്ലാതെ അറിയാമല്ലോ, മാക്സിമം ബുക്ക് കുറച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു സിംഗിൾ സിപ്പർ ബാഗാണ് യൂസ് ചെയ്തത്. ഇത് നമുക്ക് ഡബിൾ സിപ്പാണ് വരുന്നത്. എന്നാലും വലുതായിട്ട് ബൾജ് ചെയ്യുകയോ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് വീർത്തിരിക്കുന്നില്ല. മിനിമലായിട്ട് നല്ല രീതിക്ക് ഫ്ലാറ്റ് സർഫസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് എസ്തെറ്റിക് ലുക്കിൽ തന്നെയാണ് ഈ ഒരു ബാഗ് എനിക്കുണ്ടാകുന്നത്. ഈ ഒരു ബാഗിൽ എനിക്ക് 2 സിപ്പർ വരുന്നുണ്ട്. അതേപോലെ സൈഡിലായിട്ട് 2 ചെറിയ പോക്കറ്റ്സും വരുന്നുണ്ട്. ആ ഒരു പോക്കറ്റ്സിൽ ഒരെണ്ണം സിബുള്ളതാണ്, ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു സിബുള്ളതാണ്. അതേപോലെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒരു സീക്രട്ട് കമ്പാർട്ട്മെൻറ്റും ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാല്യുബിളായ എന്തെങ്കിലും പേപ്പേഴ്സോ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തെഫ്റ്റോ കാര്യങ്ങളോ പേടിയുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഉള്ളിൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം സെക്യൂർ ആയിട്ടിരിക്കും. അതോടൊപ്പം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്ക്. ബാഗിൽ ഇങ്ങനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് ബാക്കി കാര്യം ചെയ്യാം. ആൻഡ് ഇതിൻ്റെ സൈഡിൻ്റെ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ഹോളുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സ്ലോട്ട് ഉണ്ട്. ഈ സ്ലോട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന നേരം പവർ ബാങ്കോ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുമ്പോൾ വയർ ഇതേ കൂടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ കൂടെ ഈ ഒരു ചാനലിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ചെറിയ ചാനലുകൾ ചെറിയ ഹോളിൽ കൂടെ നമുക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ നമുക്ക് കയ്യിൽ ക്യാരി ചെയ്ത് പവർ ബാങ്ക് ബാക്കി കാര്യങ്ങൾ ഇവിടെ വെച്ച് ചാർജ് ചെയ്യാനും എളുപ്പമായിട്ട് പറ്റും. സോ ചാർജിങ്ങിനും ഒരു നല്ല സൊല്യൂഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഈ ബാഗ് നിൽക്കും. ഇവിടെ സൈഡിൽ ചെറിയൊരു ഗിയർ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ്ങും ബാക്കി കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു എസ്തെറ്റിക് അല്ലെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ബാഗാണ്. നല്ല കളർ കോമ്പിനേഷനാണ്. ഒരു ലെതർ നാച്ചുറൽ ലെതർ കളറും ഒരു ബ്ലാക്ക് ഫിനിഷുമാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ബാഗിൻ്റെ ഏറ്റവും ചെറിയ കമ്പാർട്ട്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. നോക്കുമ്പോൾ ഇവിടെ എൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ സൺഗ്ലാസ്സാണ്. ഈ സൺഗ്ലാസ്സാണ് ഡെയിലി ഞാൻ പുറത്ത് പോകുമ്പോൾ വെക്കാറ്. വേറെ 2-3 സൺഗ്ലാസസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഞാനൊരു 4-5 മാസമായിട്ട് ഈ സെയിം സൺഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് 1, 2, 3 and 4 4 പേന, 4 കളറുള്ള 4 പേന ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫൗണ്ടൻ പെന്നാണ് പാർക്കറിൻ്റെ. ഇത് പൈലറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബ്ലാക്ക് പെൻ. പിന്നെ ഇത് റൈനോൾ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റെഡ് പെൻ. സെയിം കമ്പനിയുടെ ഒരു ഗ്രീൻ കളർ ഇങ്കുള്ള പെൻ. എന്തിനാണ് 4 കളർ അല്ലെങ്കിൽ 4 ഇങ്ക് എന്ന് വെച്ചാൽ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബുക്കിൽ എഴുതിയിട്ട് അത് കണ്ട് ഞാൻ പിന്നെ ഡിജിറ്റലാക്കാറാണ് പതിവ്. ആ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും പോകാതിരിക്കുക. സോ ഹൈലൈറ്റ് ചെയ്യാനും സബ് ടോപ്പിക്സ് എന്നിങ്ങനെ പല കോർണറുകൾ എഴുതുമ്പോൾ കുറച്ചധികം സമയം എടുത്താൽ പോലും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് കോണ്ടന്റുകളും ബാക്കി കാര്യങ്ങളും സ്ക്രിപ്റ്റും കാര്യങ്ങളും എഴുതാറുണ്ട്. അത് എൻ്റെ ഒരു പ്രൊഫഷണലിസമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ്. അങ്ങനെ എഴുതുമ്പോൾ എനിക്കൊരു ഭംഗിയാണ്. സോ അങ്ങനെ അതിന് വേണ്ടിയാണ് 4 കളറുള്ള ഇങ്കുള്ള പെൻ. പിന്നെ ഒരു വൈപ്സ് ഉണ്ട്, വെറ്റ് വൈപ്സ്. യൂഷ്വലി ഞാൻ ക്യാരി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ എവിടെയും പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല രീതിക്ക് സ്വെറ്റും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വാഷ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഈ ഒരു വെറ്റ് വൈപ്സാണ് യൂസ് ചെയ്യുന്നത്. സുദിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വെറ്റ് വൈപ്സാണ്. വലിയ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ആൻഡ് പിന്നീട് ഞാൻ ക്യാരി ചെയ്യുന്നൊരു കാര്യമാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. ഇത് ഡോളൻസ് ആൻഡ് ഗബൈനയുടെ സ്പോട്സ് എന്ന വേരിയൻ്റാണ്. ആക്ച്വലി സ്മെൽസ് ലൈക്ക് ജാമ്പക്ക. നമ്മുടെ ജാമ്പക്കയില്ലേ, ആ ഒരു മണമാണ് ഇതിന്.
എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലൈക്ക് ടു ഫീൽ ഫ്രഷ്. എപ്പോഴും നല്ലൊരു സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ഫ്രേഗ്രൻസ് എനിക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു പെർഫ്യൂം ഇതാണ്, ഡോളൻസ് ആൻഡ് ഗബൈൻ എന്നാണ് കമ്പനിയുടെ. അതേപോലെ വേറൊരു പെർഫ്യൂം കൂടെ ഉണ്ട്, ഇത് ഡിയോഡറൻ്റ് ആണ്. ഇത് പാർക്ക് അവന്യൂടെ ഗുഡ് മോർണിംഗ് എന്നുള്ള മോഡലാണ്. ഇത് നല്ല സ്മെല്ലാണ്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടമാണ്. ഒരു പ്ലസൻറ്റ് കാം സ്മെല്ലാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിൽ നിന്ന് എപ്പോഴും ലഭിക്കാറ്. അതിനുശേഷം എൻ്റെ വാലറ്റ്. ഈ ഒരു വാലറ്റ് ഒരു എത്രയും എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ 4 ഇയേഴ്സാണ് ഞാൻ ഈ ഒരു വാലറ്റ് ക്യാരി ചെയ്യുന്നത്. ഒരു ബ്ലാക്ക് ലെതർ ലൂയിസ് ഫിലിപ്പയുടെ ഒരു വാലറ്റ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. ബാക്കി അതിൻ്റെ ഉള്ളിൽ കാർഡ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ ഒരു റെഗുലർ വാലറ്റ്. പിന്നെ ഇത് എൻ്റെ മൈക്കിൻ്റെ ചാർജറാണ്. കാരണം എപ്പോഴാണ് ഈ പറഞ്ഞ ലേപ്പലിൻ്റെയൊക്കെ ചാർജ് തീരുന്നത്, അല്ലെങ്കിൽ ചാർജ് ബാറ്ററിയാണ്, സെൽ ബാറ്ററിയാണ്. സോ എപ്പോൾ വേണമെങ്കിലും തീരാം. അതുകൊണ്ട് തന്നെ ഒരു ഫോർ എ സേഫ്റ്റി ഞാൻ എപ്പോഴൊരു അഡീഷണൽ ബാറ്ററി ക്യാരി ചെയ്യാറുണ്ട്. അടുത്തത് ഒരു ബ്രൈഡഡ് USB-C to ലൈറ്റ്നിങ്. എൻ്റെ iPhone 11 സീരീസൊക്കെ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർജിങ് വയർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എയർ ടാഗ്. ഈ ഒരു എയർ ടാഗാണ് എൻ്റെ ഫുൾ ബാഗിനെ എവിടെ പോയാലും ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എയർ ടാഗ്. ഹീസ് എ ജെം ഓഫ് മൈ ബാഗ്. എപ്പോഴും ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. അതിനുശേഷം ഒരു ലൈറ്റ്നിങ് ടു ലൈറ്റ്നിങ് ടു 3.5mm ജാക്കിൻ്റെ ഹെഡ്ഫോൺ കേബിളാണ്. ഇത് പൊതുവേ എല്ലാവരുടെയും കയ്യിൽ ഞാൻ കാണാറില്ല. ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ iPhone 7+ ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ 7+ ഉണ്ടായ സമയത്ത് അതിന് ഈ പറഞ്ഞ ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്തു. അതിനുശേഷം ഒരു ഡിവൈസിനും ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് റൗണ്ട് ഹെഡ്ഫോൺ ജാക്ക് അല്ലെങ്കിൽ റൗണ്ട് പിന്നുള്ള ഹെഡ്ഫോൺസ് ഭയങ്കര ഞാൻ ക്യാരി ചെയ്യുന്നു. അത് കുത്താൻ വേണ്ടി ഞാൻ അഡീഷണൽ വാങ്ങിച്ചു വെച്ചാണ്. അതുപോലെ ചില സമയത്ത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിലൊക്കെ കുത്താൻ നേരം ഹെഡ്ഫോൺസ് ഇല്ലെങ്കിലും ഈ ഒരു ജാക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു മെഡിസിൻ, അതേപോലെ തന്നെ പാരസ്റ്റമോൾ ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ദിവസങ്ങളിലൊക്കെ പനിയോ ചുമയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തൊണ്ടവേനടക്കം ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ രാവിലെ കാണുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, രാവിലെ എന്താ സൗണ്ട് അല്ലാത്ത, രാവിലെ എന്താ ഇങ്ങനെ സൗണ്ട്. എനിക്ക് ത്രോട്ട് നല്ല ഇഷ്യൂ ആണ്. കാരണം എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്, പെട്ടെന്ന് അലർജിക്കാവും ഡസ്റ്റിന്. സോ അങ്ങനെ വരികയാണെങ്കിൽ ത്രോട്ട് നല്ല സോറാവും, ഉമിനീരൊന്നും അല്ലെങ്കിൽ എനിക്ക് ഇറക്കാൻ പറ്റില്ല. സോ അത് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. അതിനുശേഷം ഒരു സിം ഇജക്ഷൻ ടൂള് എൻ്റെ കയ്യിലുണ്ട്. ബിക്കോസ് വേറെ ഒന്നുമല്ല, എപ്പോഴെങ്കിലും ഫോൺ ട്രാൻസ്ഫർ ചെയ്യുകയോ സിമ്മ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിം ഇജക്ഷൻ ടൂളുണ്ട്. അതേപോലെ ഒരു പവർ ബാങ്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ബാഗിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ആ സീക്രട്ട് അറയിൽ പവർ ബാങ്ക് വെക്കാം. സോ ഞാനൊരു പവർ ബാങ്ക് ക്യാരി ചെയ്യാറുണ്ട്. സോ ആ ഒരു കള്ളിയിൽ അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ലാർജർ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. ലാർജർ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഇത് എൻ്റെ മന്ത്ലി മോണിറ്റർ പ്ലാനറാണ്. ബിക്കോസ് ഞാൻ ഈ ഒരു പ്ലാനറിൽ എല്ലാം എഴുതി വെക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം എന്തൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്നൊക്കെ, അല്ലെങ്കിൽ എത്ര ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഞാൻ ഫോണിൽ ഇപ്പോൾ iOS 18 ആയതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് ഈ പറഞ്ഞ കലണ്ടറും ബാക്കി കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഫോർ മൈ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ബുക്കിൽ എഴുതും. അതേപോലെ ഒരു ഡിജിറ്റൽ കോപ്പി ഞാൻ ക്യാരി ചെയ്യും. ബിക്കോസ് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ബുക്സ് അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സമയത്ത് ഇപ്പോൾ റൂമിലിരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. ആ ഒരു ഫോണിൽ നോക്കാൻ എനിക്ക് ഈസി ഓഫ് ആക്സസ്. പക്ഷേ എൻ്റെ അതൊരു ഹോബിയാണ്. ഞാനിങ്ങനെ എഴുതി വെക്കും ബുക്കിൽ. അതൊരു എന്താ പറയുക, ഒരു താല്പര്യം, അത്രേ ഉള്ളൂ. അതിനുശേഷം എൻ്റെ സ്ക്രിപ്റ്റ് നോട്ടാണ്. സ്ക്രിപ്റ്റ് നോട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എഴുതാനുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഓരോരോ കോണ്ടന്റുകൾ കിട്ടുമ്പോൾ തന്നെ എഴുതി വെക്കും. അത് പിന്നെ ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച് അതിനെ പറ്റി റിസർച്ച് ചെയ്ത് എന്തൊക്കെയാണ് എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ തെറ്റ് ശരി എല്ലാം പഠിച്ചിട്ട് അതിന് റെഫർ ചെയ്യാനുള്ള ഒരു എന്താ പറയുക റെഫറൻസ് ആയിട്ടുള്ള ടിപ്സും ബാക്കി കാര്യങ്ങളും. ഇതും അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. ഒരു 80 GSM സാധാ പേപ്പറിൻ്റെ ബുക്കാണ്. വലിയ കമ്പനി ബുക്കൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു നീറ്റായൊരു ബുക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ ബുക്കിൽ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇതിന് കാണിച്ചു തരാം. ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതും. സോ
ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, സബ് ടോപ്പിക്സ് എന്നീ പറഞ്ഞ ബോഡി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റിംഗ് പെന്നുണ്ട് അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് ഇങ്ക് കൊണ്ട് ഞാൻ എഴുതും. കാരണം ഫോർ മൈ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് റൈറ്റിംഗ് അങ്ങനെയാണ്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. അതിനുശേഷം ഒരു സ്റ്റിക്കി പാഡ്, ഈ ബുക്കിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കി പാഡ് വേണ്ടേ, ആ ഒരു സ്റ്റിക്കി പാഡിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ദ സ്റ്റാർ ഓഫ് ദ ബാക്ക് മാക്ബുക്ക് M1 Air. ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് പൗച്ചിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ എൻ്റെ ഒരു പേര്, ഒരു സിൽവർ ഇതിലുള്ള ടൈപ്പുള്ള പേര് ഞാൻ അടിച്ചിട്ടുണ്ട്, എബിൻ സേവിയർന്ന്. ഇനി ഈ ബാഗിൻ്റെ ഏറ്റവും പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു പൗച്ചിന് ഒരു 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ എൻ്റെ അഡാപ്റ്റർ, പോട്രോണിക്സിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്. ഞാൻ യൂഷ്വലി എല്ലാ ഇതിലും ക്യാരി ചെയ്യുന്നത് തന്നെയാണ്. കാരണം നമുക്ക് USB-C ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏകദേശം 1 2 3 4 5 6 7 പോർട്സ് കിട്ടുന്നുണ്ട്. 2 USB-A, 2 USB-C, ഒരു SD കാർഡിൻ്റെ സ്ലോട്ട്, അതേപോലെ ഒരു മൈക്രോ SD കാർഡ്, HDMI. അത്യാവശ്യം ഡീസൻ്റായ എല്ലാ കോഡുകളും കണക്ട് ചെയ്യാൻ പറ്റിയ, എതർനെറ്റൊന്നുമില്ല എന്നാലും എല്ലാം ഡീസൻ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പോർട്ട് തന്നെയാണ് ഇത്. പോട്രോണിക്സിനാണ്. ഞാൻ ഏകദേശം 2.5 കൊല്ലം എന്തോ കഴിഞ്ഞു മാക്ബുക്ക് എടുത്തപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഡീസൻ്റായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ല ഫാസ്റ്റായിട്ട് എല്ലാ ഡാറ്റ ട്രാൻസ്ഫറിങ് എല്ലാം നടക്കുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റിലും ഇതെല്ലാ കാരണം ഈ പറഞ്ഞ പോട്രോണിക്സിൻ്റെ ഒക്കെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ ഹെഡ്ഫോൺസ് ഇപ്പോൾ USB-C ആയിട്ടുണ്ട്. ആപ്പിൾ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഇയർപോഡ്സ് ആണ് USB-C. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടെ, എന്നാൽ എയർപോഡ്സ് ഇഷ്ടമാണെന്നാലും കുറച്ചും കൂടെ എനിക്ക് പ്രിഫറബിളി ഞാൻ കൂടുതൽ നേരം യൂസ് ചെയ്യുന്നത് ഇയർപോഡ്സ് ആണ്. അല്ലെങ്കിൽ എനിക്ക് ഓവർ ഹെഡ്ഫോൺസ് കുറച്ച് ഇഷ്ടമാണ്. എനിക്ക് പ്ലഗ് ഇൻ ചെയ്യുന്ന ഹെഡ്ഫോൺസിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ നേരത്തെ നമ്മൾ കാണുന്ന പോലെ ഈ എയർപോഡ്സ് 2nd ജനറേഷനിലൊക്കെ ഹിയറിംഗ് എയ്ഡിങ് ഓപ്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ വയർ ഹെഡ്സെറ്റിലായിരിക്കും യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആൻഡ് സേഫറായിട്ട് എനിക്ക് ഈ ഹെഡ്ഫോൺസ്, വയറുള്ള ഹെഡ്ഫോൺസാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഓവർ ഹെഡ് ഹെഡ്ഫോൺസ്, മറ്റേ പ്ലഗ് ഇൻ ചെയ്തിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിക്ക് ചെവി വേദന എടുക്കാൻ എനിക്ക് തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഒരു ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് 2 പെൻഡ്രൈവ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. 2ഉം സാൻഡിസ്കിൻ്റെയാണ്. ഇത് സാൻഡിസ്കിൻ്റെ ക്രൂസർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പഴയ മോഡൽ ഒരു ഹെഡ്ഫോൺ, മറ്റേ നമ്മുടെ പെൻഡ്രൈവാണ്. എത്ര GB? ഇതിൽ 8 GB പെൻഡ്രൈവാണ്. അതേപോലെ ഇതും സാൻഡിസ്കിൻ്റെ ഒരു ഡ്യുവൽ പോർട്ട് ഗോ എന്നുണ്ട് ഒരു ഹെഡ്ഫോൺ, നമ്മുടെ പെൻഡ്രൈവാണ്. ഒരു സൈഡിൽ USB-C, അതേപോലെ ഒരു സൈഡിൽ USB-A. ഇത് നമുക്ക് ഏകദേശം ഒരു 128 GB പെൻഡ്രൈവാണ്. അത്യാവശ്യം ഞാൻ എൻ്റെ എല്ലാ ഡാറ്റാസും, എനിക്ക് SSD ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മാക്കിൽ എനിക്കധികം സ്റ്റോറേജും ഇല്ല. സോ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ഫയലൊക്കെ കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ കോപ്പി തരും. കാരണം എന്തെങ്കിലും ഇവൻച്വൽ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് പ്രൊജക്റ്റ് എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് കോപ്പി ചെയ്യാറുണ്ട്. ആ ഒരു കമ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കമ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിലൊന്നുമില്ല, അതിൽ empty ആണ് ആ ഒരു കമ്പാർട്ട്മെൻറ്റ്. അടുത്തത് ആദ്യം പറയുന്ന പോലെ തന്നെ the star, the key, the driver, everything. He is the man behind all the videos. കാരണം M1 MacBook Air, I am so damn proud to say, ഇത്ര കൊല്ലം കിട്ടും. ഇപ്പോൾ M4 ഇറങ്ങിയിട്ട് പോലും എൻ്റെ എല്ലാ വർക്ക് ഫ്ലോയും, അതും 4K റെൻഡർ ചെയ്യുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്ക് ഒരു റെൻഡറിങ് ലാഗോ ഇല്ലാതെ എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് കുറയുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ ഇത് 256 GB ഒരു വേരിയൻ്റ് ആണ്. സോ സ്റ്റോറേജ് കുറയുമ്പോൾ കുറച്ച് സ്ലോ ആവാറുണ്ട്. ടു ബി ഫ്രാങ്ക്, അത്രയും നല്ല ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് സ്റ്റോറേജ് കുറയുന്ന സാഹചര്യത്തിൽ കിട്ടില്ല. പിന്നെ നിങ്ങളൊരു പുതിയ മാക്ബുക്ക് യൂസറാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാക്ബുക്കിൽ ചെയ്യേണ്ട കുറേയധികം ബേസിക് നെസസറി സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ആദ്യം പറഞ്ഞ പോലെ M1 മാക്ബുക്ക് എയർ ആണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ ഡിവൈസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ എഫക്റ്റ് ആയിക്കോട്ടെ, പ്രീമിയർ പ്രോ ആയിക്കോട്ടെ, ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ ChatGPT ആയിക്കോട്ടെ, വാട്ട് എവർ, ഇപ്പോൾ FCP 11th ജനറേഷൻ, എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് ഈ ഒറ്റ ഡിവൈസിലാണ്. വേറെ ഡിവൈസ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള. സോ ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് പോകുന്നുണ്ട്. മാക്ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ഒരു പൗച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ സേഫറായിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ബാഗിൽ ഞാൻ വെക്കാറ്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചും കൂടെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ബൈക്കിലൊക്കെ ആണെങ്കിൽ
നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ താഴത്ത് വീഴില്ലെന്ന്. സോ കുറച്ചും കൂടെ സേഫറായിട്ട് കുറച്ചും കൂടെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ 2 ലെയറിൽ ഇതിനെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സൈഡിൻ്റെ ഈ ഒരു പോക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സിപ്പർ ഉണ്ട്. നമുക്ക് തുറക്കുമ്പോൾ ഞാൻ റെയിൻ കവർ ക്യാരി ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് എസ്പെഷ്യലി കേരളത്തിലൊക്കെ എപ്പോഴും ഈ പറഞ്ഞ സൈക്ലോൺസും അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മഴക്കാറൊക്കെ പെട്ടെന്ന് വരാറുണ്ട്. ആ ഒരു ന്യൂനമർദ്ദം കാരണം എപ്പോഴെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ മാക്കും കാര്യങ്ങളൊക്കെ നനയാതിരിക്കാനും ബാഗിൻ്റെ ഉള്ളിൽ ഈ ബുക്കും ബാക്കി കാര്യങ്ങളും നനയാതിരിക്കാനും ഓൾവേസ് ഞാൻ ഈ പറഞ്ഞ റെയിൻ കവർ ചെറിയ സാധനം കൊണ്ട് ആ സൈഡിൽ കമ്പാർട്ട്മെൻറ്റിൽ സുഖമായിട്ടിരുന്നോളും, വലിയ സ്ഥലമൊന്നും പോവില്ല. അതിനുശേഷം സൈഡിൽ ചെറിയൊരു ബോട്ടിലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ വലുതായിട്ടൊന്നും ക്യാരി ചെയ്യാറൊന്നുമില്ല, ഒന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. സോ അതൊരു ബോട്ടിലിൻ്റെ ഒരു ഹോൾഡറാണ്. അത്യാവശ്യം നല്ലൊരു ബാഗും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് എൻ്റെ ഡെയിലി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡെയിലി എൻ്റെ ലൈഫിൽ 2024 യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും അതിൻ്റെ ബാഗും ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഏത് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതേപോലെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും തൊട്ടടുത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin Xavier signing from Evika.